ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗ്ലോബൽ ഫിനോമിനായി മാറിയ ഹാരി പോട്ടർ, അതിൻ്റെ ക്രിയേറ്ററായ JK റൗളിംഗ്, ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ, KFC എന്നറിയപ്പെടുന്ന കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ്റെ ഫൗണ്ടർ കേണൽ സാൻഡേഴ്സൺ, ജീവിതത്തിൽ വിജയിച്ച അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളിലെത്തിയ ഈ ആളുകളെല്ലാം പരാജയത്തിൻ്റെ കയ്പ് അറിഞ്ഞവരാണ്. തോൽവി എന്ന ഒരു കാര്യത്തെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഭയത്തോടെയാണ്. പക്ഷേ ചില വ്യക്തികൾ തോൽവിയെ കാണുന്നത് അടുത്ത ഒരു അവസരമായിട്ടാണ്. തോറ്റവർക്ക് മാത്രമേ അടുത്ത ഗെയിം ഉള്ളൂ. തോറ്റവർക്കാണ് വീണ്ടും ആ ഗെയിം തന്നെ ഒന്നുകൂടി കളിക്കേണ്ടി വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? തോൽവി ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ പരാജയപ്പെടുമോ എന്ന ഭയത്തോടെ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഒന്നാം സ്ഥാനത്തെത്തുന്നവർ മാത്രമല്ല വിജയികൾ, മറിച്ച് തോൽവികളിൽ തളരാതെ നെഞ്ചു വിരിച്ച് പരാജയങ്ങളെ സ്വാഗതം ചെയ്ത് വീണ്ടും അടുത്ത അവസരത്തിനായി പരിശ്രമിച്ച് ജയിക്കുന്നവർ യഥാർത്ഥ വിജയികളാണ്. അതുപോലെ തന്നെ തോൽവികളിലൂടെ കടന്നു വന്ന് വിജയിച്ച ആളുകൾക്ക് പക്വത കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. മത്സരങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പരാജയം ഉറപ്പാണ്. ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ പരാജയങ്ങളും പരിഹാസങ്ങളും സഹിക്കാനാവാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ തന്നെ എത്രയോ പേർ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി യാത്ര പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവരെ പരാജയങ്ങൾ നേരിടാൻ നേരത്തെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നും നമ്മോടൊപ്പം അവരുണ്ടായേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ല് തന്നെയാണ് പരാജയങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ളത്. തോൽവികൾ ഉണ്ടാകുമ്പോൾ അവരോട് പറയുക, ഇത് അവസാനത്തെ അവസരമല്ല, അടുത്ത അവസരത്തിനായി കൂടുതൽ ശക്തിയോടെ പരിശ്രമിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുക. ആ കാര്യത്തിൽ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും, എന്തിന് നമ്മൾ ഓരോ പൗരന്മാർക്കും ഒരുപാട് കടമകളുണ്ട്, വലിയ പങ്ക് തന്നെയുണ്ട്. മനസ്സിലാക്കുക, തോൽവി ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് പുതിയൊരു സാധ്യതയുടെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലെയും ജീവിതത്തിലെ പരാജയങ്ങളെയും നെഗറ്റീവ് സിറ്റുവേഷൻസിനെയും ഭയപ്പെടാതെ തന്നെ അടുത്ത അവസരത്തിനായി, നല്ല ഭാവിക്കായി തയ്യാറെടുക്കുക. നിങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും തോൽവിയുടെ സാധ്യതകളെപ്പറ്റി ബോധവാന്മാരാക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.